ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശശി തരൂർ എഴുതിയ ദ ബോണ്ട് ദാറ്റ് ത്രെറ്റൻസ് എന്ന ചാപ്റ്ററാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ശശി തരൂരിനെ പറ്റി ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. 1956 ജനിച്ച ശശി തരൂർ ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു മുൻനിര ഇന്ത്യൻ എഴുത്തുകാരനും രാഷ്ട്രീയ നേതാവുമാണ്. ദ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങൾക്ക് വേണ്ടി സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. ഇന്ത്യയിലെ പഠനത്തിന് ശേഷം 22-ാം വയസ്സിൽ അമേരിക്കയിലെ ടഫ്സ് യൂണിവേഴ്സിറ്റിയിലെ ഫ്ലെച്ചർ സ്കൂൾ ഓഫ് ലോ ആൻഡ് ഡിപ്ലോമസിയിൽ നിന്നും തരൂർ PhD നേടി. 1978 മുതൽ 2007 വരെ ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണ്ടി ജോലി ചെയ്തു. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് പബ്ലിക് ഇൻഫർമേഷൻ എന്ന പൊസിഷൻ വരെ അദ്ദേഹം എത്തിച്ചേർന്നു. പത്രപ്രവർത്തനത്തിനും സാഹിത്യത്തിനുമൊക്കെയായി ധാരാളം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം ലോക്സഭാംഗമാണ്. ദ ഹിന്ദു പത്രത്തിലെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പങ്ക്തിയിൽ 2005 സെപ്റ്റംബർ 25 പ്രസിദ്ധീകരിച്ച എസ്സേ ആണ് ദ ബോണ്ട് ദാറ്റ് ത്രെറ്റൻസ്. ടെക്സ്റ്റ് ബുക്കിലെ വരികൾ അതേപടി സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് സിമ്പിളായി മലയാളം പറയുകയാണ് ഇവിടെ. ശ്രദ്ധയോടെ കണ്ടു മനസ്സിലാക്കിയാൽ ആനറ്റേഷൻ ചോദ്യം വന്നാലും ആർട്ടിക്കിൾസും പ്രിപ്പോസിഷനും ചേർക്കാനുള്ള ചോദ്യം വന്നാലും ഒക്കെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ദ ബോണ്ട് ദാറ്റ് ത്രെറ്റൻസ്, ഭീഷണിയാകുന്ന ബന്ധനമോ? നമ്മുടെ സമൂഹത്തെ ഓവർടേക്ക് ചെയ്യുന്ന ആഗോളവൽക്കരണം മൂലമുള്ള പല മാറ്റങ്ങൾക്കുമിടയിൽ നമ്മുടെ പാരമ്പര്യങ്ങളും ആധുനികതയും ഒരുമിച്ച് നമ്മുടെ പൊതു നന്മയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണോ എന്നെനിക്ക് തോന്നാറുണ്ട്. ഉദാഹരണത്തിന്, ഇന്ത്യക്കാരന് സ്വന്തം കുടുംബത്തോടുള്ള പ്രതിബദ്ധത പരിസ്ഥിതിക്ക് തന്നെ ഒരു ഭീഷണിയാണോ? കുടുംബത്തോടുള്ള ബന്ധം നമ്മുടെ പാരമ്പര്യ രീതിയാണ്. ആധുനിക കാലത്ത് അത് പരിസ്ഥിതിക്ക് ഭീഷണിയാകുന്നു എന്നാണ് തരൂർ പറയുന്നത്. ഈ ചോദ്യം മണ്ടത്തരമായി തോന്നുന്നു എങ്കിൽ ഞാൻ വിശദീകരിക്കാം. ഉദാരവൽക്കരണവുമായുള്ള നമ്മുടെ അടുപ്പത്തിലൂടെ കിട്ടിയ വ്യക്തി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും കുടുംബം തന്നെയാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. പാശ്ചാത്യ രീതിയിലുള്ള വ്യക്തികളല്ല നമ്മൾ. എന്നാൽ സോഷ്യലിസ്റ്റ് ആദർശങ്ങൾ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ആത്മത്യാഗം ചെയ്യുന്ന ഐക്യം നമ്മളെ കൊണ്ട് സാധിക്കുകയുമില്ല. ഇതിന് രണ്ടിനും പകരം നമ്മൾ കുടുംബമെന്ന ഒരു കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അത് അണുകുടുംബമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുടുംബമെന്ന ഈ യൂണിറ്റാണ് നമുക്ക് ആവശ്യമായ സപ്പോർട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് പ്രായോഗികമായാലും ഭൗതികമായാലും, അതായത് സാമ്പത്തികമായാലും മാനസികമായാലും. അതുപോലെ തന്നെ നമുക്ക് സമൂഹത്തോടുള്ള കടമകളും പ്രതിബദ്ധതകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് കുടുംബം തന്നെയാണ്. ചിലപ്പോഴൊക്കെ കുടുംബം എന്ന സങ്കല്പം ഒരു വർഗത്തിലേക്കും അല്ലെങ്കിൽ ഉപജാതിയിലേക്കും, അതുമല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ള സുഹൃത്തുക്കളിലേക്കും അയൽക്കാരിലേക്കും പോലും നീളുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് കേരളത്തിലുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാമത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കാത്ത ഒരു സമയം പോലും എനിക്ക് ഓർമ്മിക്കാൻ കഴിയില്ല. ചിലരൊക്കെ അകന്ന ബന്ധുക്കളായിരിക്കും. ചിലപ്പോഴൊക്കെ അവർ എൻ്റെ മുറിയാകും ഷെയർ ചെയ്യുക. അച്ഛൻ എവിടെയെങ്കിലും ജോലിക്കുള്ള പരിശീലനമോ ജോലിയോ വാങ്ങിക്കൊടുക്കുന്നതുവരെ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങൾ അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ നല്ല നിലയിൽ എത്തിച്ചേർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ സഹായിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്നാണ് പൊതുവെ കരുതപ്പെട്ടത്. ഗവൺമെൻറ് നിർഭാഗ്യവാന്മാർക്ക് അധികമൊന്നും നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമല്ല. എന്നാൽ നമ്മുടെ സമൂഹം നല്ല സമൂഹമാണ്. കാരണം ആളുകൾ പരസ്പരം സഹായിക്കുന്നു. ആ സഹായത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടാകണമെന്ന് മാത്രം. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹ ബോധം മിക്കപ്പോഴും അവിടെ തീരുന്നു. രക്തബന്ധത്തിൻ്റെയും ജാതി ബന്ധത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറത്തേക്കുള്ള സാമൂഹിക ബോധം വളരെ കുറച്ച് ഇന്ത്യക്കാർക്കേയുള്ളൂ. നമുക്ക് അടുപ്പമുള്ളവരുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പൊതുവെ ഒരു താല്പര്യവും കാണിക്കാറില്ല. കൂടുതൽ നിസ്സാരമായ ഒരു തലത്തിലേക്ക് വന്നാൽ, തലമുറകളായി പൊതുവിടങ്ങളും ഭിത്തികളും സ്റ്റെയർ കേസുകളുമൊന്നും വൃത്തിയാക്കിയിട്ടില്ലാത്ത അല്ലെങ്കിൽ പെയിൻറ് ചെയ്തിട്ടില്ലാത്ത
വൃത്തിഹീനമായ ചീഞ്ഞു നാറുന്ന അഴുക്ക് പിടിച്ച ബിൽഡിംഗ്സിൽ വളരെ മനോഹരമായ ആഡംബരം നിറഞ്ഞ അപ്പാർട്ട്മെന്റുകൾ കാണുക എന്നത് സാധാരണമാണ്. ഓരോ അപ്പാർട്ട്മെന്റ് ഉടമയും തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെപ്പറ്റി അഭിമാനിക്കുന്നു. എന്നാൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്ന ഭാഗങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കാനോ അതിൻ്റെ ചെലവ് വഹിക്കാനോ തയ്യാറല്ല. അത് ഒരേ ബിൽഡിങ്ങിലാണെങ്കിൽ കൂടി. ഒരിക്കൽ എൻ്റെ അമ്മ ഡൽഹിയിൽ വെച്ച് ഞങ്ങളുടെ തൂപ്പുകാരിയോട് ബിൽഡിങ്ങിൻ്റെ സ്റ്റെയർ കൂടി തൂക്കാൻ ആവശ്യപ്പെട്ടു. ആ സ്ത്രീക്ക് ആ ജോലിക്ക് കൂടുതൽ പണം കൊടുത്തേനെ. എന്നിട്ടും ആ അപേക്ഷ കേട്ട് അവർ ഞെട്ടലാണ് പ്രകടിപ്പിച്ചത്. എന്തിനാണ് മാഡം? അവർ ചോദിച്ചു. സ്റ്റെയർ നിങ്ങളുടേതല്ലല്ലോ. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലാണെങ്കിലും നഗരങ്ങളിലാണെങ്കിലും പൗരസംസ്കാരമില്ലാത്തിടത്ത് ഈ ഒരു സമീപനം നമുക്ക് കാണാം. ഇവിടെ എല്ലാമുള്ള പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കുന്നു. എല്ലായിടവും വേസ്റ്റ് വലിച്ചെറിയുന്നു. റോഡുകളിൽ ഗട്ടറുകളാണ്. എന്നാൽ ആളുകൾ അത് അവഗണിക്കുന്നു. പൊതു സൗകര്യങ്ങൾക്ക് കേടുപാട് വരുത്തുന്നു. അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായാലും ആരും നോക്കില്ല. പബ്ലിക് ടോയ്ലറ്റ്സും പബ്ലിക് ടാപ്പുമൊക്കെ പൊതു സൗകര്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇന്ത്യക്കാരൻ ചെളിയിലൂടെയും അഴുക്കിലൂടെയും നടന്നു പോകുന്നു. ടോയ്ലറ്റ് മാലിന്യവും ഈച്ചയരിക്കുന്ന വേസ്റ്റും കടന്ന് തൻ്റെ വൃത്തിയുള്ള വീട്ടിലെത്തുന്നു. അവിടെ അവൻ 2 നേരം കുളിക്കുന്നു. അതായത് വ്യക്തി ശുചിത്വത്തെപ്പറ്റി വലിയ ബോധമാണ്. എന്നാൽ പൊതു ശുചിത്വം എന്ന കാര്യം ഞെട്ടിക്കുന്ന തരത്തിൽ അവഗണിക്കുന്നു. അതായത് വലിയ രീതിയിൽ തന്നെ അവഗണിക്കുന്നു. ഇന്ത്യ ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ നാടായതിൽ അത്ഭുതമൊന്നുമില്ല. മഞ്ഞുകാലത്ത് കൊൽക്കത്തയിലെയോ ഡൽഹിയിലെയോ വായു ശ്വസിക്കാനേ കഴിയില്ല. കാറിൻ്റെ പുകയും ഒരു നിയന്ത്രണവുമില്ലാതെ പുറന്തള്ളുന്ന വ്യാവസായിക മാലിന്യങ്ങളും തെരുവുകളിലെ നിരവധി കരിവിളക്കുകളിൽ നിന്നുയരുന്ന പുകയും ഉയർന്നു പൊങ്ങുന്ന സമയത്ത് താഴേക്കിറങ്ങി വരുന്ന മൂടൽമഞ്ഞിലും പുകമഞ്ഞിലും കുടുങ്ങിക്കിടക്കുന്നു. ഒരു ഫ്രഞ്ച് നയതന്ത്ര സുഹൃത്ത് 3 വർഷം കൊൽക്കത്തയിൽ ജോലി ചെയ്തതിന് ശേഷം പതിവ് മെഡിക്കൽ ചെക്കപ്പിന് വിധേയനായി. ഒരു ദിവസം എത്ര പാക്കറ്റ് സിഗരറ്റ് വലിച്ചു എന്നാണ് ഡോക്ടർ അപ്പോൾ അയാളോട് ചോദിച്ചത്. ജീവിതത്തിൽ ഒരിക്കലും വലിച്ചിട്ടില്ല എന്നയാൾ പറഞ്ഞപ്പോൾ ഡോക്ടറിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 3 വർഷം തുടർച്ചയായി കൊൽക്കത്തയിലെ വായു ശ്വസിച്ചപ്പോൾ അയാളുടെ ശ്വാസകോശം ഒരു സ്ഥിരം പുകവലിക്കാരൻ്റേതുപോലെയായി. ഡൽഹിയും വലിയ മെച്ചമൊന്നുമല്ല. 1996 നവംബറിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം അവിടെ കളിക്കുകയുണ്ടായി. അന്ന് അവരുടെ ടീമിൻ്റെ മാനേജർ പറഞ്ഞത് അവിടുത്തെ വായു ശ്വസിക്കാനേ കൊള്ളില്ല, അത് ശ്വസിച്ചത് ടീമിൻ്റെ പ്രകടനത്തെ പോലും ബാധിച്ചു എന്നാണ്. ഇത്തരത്തിലുള്ള അനിയന്ത്രിതമായ മലിനീകരണത്തിൻ്റെ ഫലമായി ശ്വസന രോഗങ്ങൾ ഇന്ത്യയിലെ നഗരങ്ങളിൽ സർവ്വസാധാരണമാണ്. ഫാക്ടറികൾ വിഷമയമായ കറുത്ത പുക പുറന്തള്ളുന്നു. മലിനജലം സംസ്കരിക്കാതെ നദികളിലേക്ക് ഒഴുക്കുന്നു. ടോയ്ലറ്റ് മാലിന്യങ്ങളുടെ ചാലുകൾ ചീഞ്ഞു നാറുന്നു. അവ നിറഞ്ഞു കവിയുന്നു. ചിപ്കോ പ്രസ്ഥാനത്തിലുള്ള മരങ്ങളെ ആലിംഗനം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടുകൂടി വനനശീകരണവും അമിത കൃഷിയും ഗ്രാമീണ ഇന്ത്യയുടെ പരിസ്ഥിതിയിൽ വലിയ കേടുപാടുകൾ വരുത്തുന്നു. പരിസ്ഥിതി ബോധം പരിമിതമായി തന്നെ തുടരുന്നു. ഗവൺമെൻറ്റുകൾ നിയമങ്ങൾ പാസാക്കുന്നു, എന്നാൽ തുടർച്ചയായി അവയെ അവഗണിക്കുന്നു. അതിനിടയിൽ കൂടുതൽ കാറുകൾ ഇടുങ്ങിയ റോഡുകളിൽ എത്തിച്ചേരുന്നു. കൂടുതൽ വിഷങ്ങളും വിഷപദാർത്ഥങ്ങളും നമ്മുടെ ജലത്തിലേക്കും വായുവിലേക്കും ഒഴുകുന്നു. മലിനീകരണ നിയന്ത്രണത്തിൻ്റെ നിലവാരം പുലർത്താത്ത ചെറിയ ഫാക്ടറികൾ കൂടുതലായി തുറക്കുന്നു. എന്നാൽ അവയൊന്നും ഒരിക്കലും അടച്ചുപൂട്ടില്ല. കാരണം തൊഴിലില്ലായ്മ ശ്വാസകോശാർബുദത്തേക്കാൾ വലിയ രാഷ്ട്രീയ അപകടമാണ്. ശ്വസന സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ സർവ്വസാധാരണമാകുമ്പോൾ മലിനീകരണം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ കാരണമുള്ള ആരോഗ്യപരമായ ചിലവ് ഇന്ത്യയുടെ GDPയുടെ 4.5% ആണെന്ന് കണക്കാക്കുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വർഷത്തെ സാമ്പത്തിക വളർച്ചയുടെ പകുതിയും മലിനീകരണം കാരണം തുടച്ചു നീക്കപ്പെടുന്നു. അതുമാത്രമല്ല, വികസനം പൊതുവെ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടാണ് നടക്കുന്നത്. പരിസ്ഥിതി നിയമങ്ങളുടെ അഴിമതി നിറഞ്ഞ നടപ്പാക്കലും കൂടി ചേരുമ്പോൾ ഈ ശോകമൂകമായ ചിത്രം 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷങ്ങളിലെ ഇന്ത്യൻ പരിസ്ഥിതി വിജ്ഞാനത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു ഹരിത സമൂഹത്തിൽ ദരിദ്രനായി ജീവിക്കണോ അതോ മലിനീകരണത്തിനിടയിൽ സമ്പന്നനായി ജീവിക്കണോ? ഇങ്ങനെ ഒരു ചോയ്സ് മുന്നിൽ വന്നാൽ എനിക്കുറപ്പാണ് മിക്ക ഇന്ത്യക്കാരും സന്തോഷത്തോടെ ശ്വാസം മുട്ടിയും വലിച്ചും ബാങ്കിലേക്ക് പോകും. അതായത് സമ്പന്നനാകുക എന്ന ഓപ്ഷനായിരിക്കും തിരഞ്ഞെടുക്കുക. ഇത്രയുമാണ് പാഠം. ഇനി എന്താണ് ഈ പാഠത്തിലൂടെ ശശി തരൂർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഇന്ത്യക്കാർ പൊതുവെ കുടുംബത്തോട് പ്രതിബദ്ധത കാണിക്കുന്നവരാണ്.
എന്നാൽ പലപ്പോഴും അവർക്ക് പൗരസംസ്കാരമില്ല എന്ന് മാത്രമല്ല അവർക്കറിയാത്ത മറ്റു ജനങ്ങളുടെ കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല. ഇത് നമ്മുടെ മലിനമായ രാജ്യത്തിൻ്റെ പരിസ്ഥിതിക്ക് ഒരു വലിയ അപകടമാണ്. പൊതുസ്ഥലങ്ങളൊക്കെ വൃത്തികേടാക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റി തന്നെയാണ് തരൂർ ഇവിടെ പറയുന്നത്. ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്